ഹലോ ഗൈസ്, ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. പ്രധാനമായിട്ടും ശീതവിളകളായ ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ വിളകൾ വാങ്ങി. അതിൻ്റെ കൂടെ പയർ തൈ, സുരയ്ക്കയുടെ തൈ, വെണ്ടയുടെ തൈ ഇതെല്ലാം വാങ്ങി. എന്തായാലും ഇനിയിപ്പോൾ കൃഷിക്കൊക്കെയുള്ള ഒരു സമയമാണ്. കാരണം തുലാവർഷമൊക്കെ ഇനി ഉണ്ടാകും. കുറച്ച് മഴയൊക്കെ പെയ്യുമെങ്കിലും അത് കഴിഞ്ഞ് ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും, നവംബർ ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഈ വിളകളൊക്കെ ഉണ്ടാകും. അതിനുവേണ്ടി ഞാൻ നല്ല തയ്യാറെടുപ്പുകൾ തന്നെ നടത്തി. അപ്പം നമ്മുടെ അടുത്ത പുരയിടത്തിലൊരു വീട് വെക്കുന്നുണ്ട്. അവിടെ നിന്നും കുറച്ച് അവർക്ക് വാർപ്പൊക്കെ ആദ്യ സെറ്റ് വാർപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് കുറച്ച് ഒരുപാട് ചാക്കൊക്കെ കിട്ടി. ആ ചാക്കെല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്നു. ആ ചാക്ക് ഇതുപോലെ ഗ്രോ ബാഗിൻ്റെ കണക്കാക്കുക എന്നുള്ളത് വലിയൊരു ശ്രമം തന്നെയായിരുന്നു. എന്നാലും വളരെ രസകരമായി. സമയമൊന്നും പോയത് അറിഞ്ഞില്ല. ഞാൻ ആ കവർ കൊണ്ടുവന്ന് വാഷ് ചെയ്തു. അഴുക്കിനകത്ത് കിടക്കുകയാണല്ലോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ രണ്ട് വശവും ഞാൻ വെട്ടിക്കളഞ്ഞു. രണ്ട് വശവും കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ അത് തിരിച്ചതിൻ്റെ വെള്ളഭാഗം പുറത്ത് വരുന്നത് പോലെ ഇട്ടു. സിമെൻറ്റ് ചാക്കായതുകൊണ്ട് സിമെൻ്റ് എല്ലാം വാഷ് ചെയ്തു. കാരണം അത് സിമെൻറ്റ് പറ്റിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അത് പച്ചക്കറികൾക്കൊക്കെ അത് ദോഷം ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഞാൻ മണ്ണൊക്കെ കുറേ എടുത്തുകൊണ്ട് ചാക്കിനകത്ത് പോയി വലിച്ച് എടുത്തുകൊണ്ടൊക്കെ വന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കൊണ്ടുവന്നു. അതുപോലെ തന്നെ കുറച്ച് കരിയില കമ്പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ എൻ്റെ കരിയില കമ്പോസ്റ്റ് എല്ലാം റെഡി ആയിരിക്കുകയാണ്. കരിയില മാത്രമല്ല, കരിയില, അടുക്കള മാലിന്യങ്ങൾ എല്ലാം ഇട്ട് വെച്ചിരുന്ന ചാക്കുകളിൽ ഞാൻ നിറച്ച് വെച്ചിരുന്നു. ചാക്കുകളിൽ ഇടുമ്പോൾ തന്നെ അതിനകത്ത് ഞാൻ വേണ്ട തൈര് ഒക്കെ ഒഴിക്കും. അതുപോലെ തന്നെ ഇതൊക്കെ നല്ല ഇതാണ്. പിന്നെ അതുപോലെ നോൺ വെജിൻ്റെ ഒന്നും അധികം വേസ്റ്റൊന്നും വന്നിട്ടില്ല. കൂടുതലും പച്ചക്കറികളൊക്കെ അരിയുന്നത്. ചിലപ്പം ചോറൊന്നും അധികം വേസ്റ്റ് നമ്മളങ്ങനെ ഇടത്തില്ല. കാരണം നമുക്ക് കോഴിയൊക്കെ ഉള്ളതുകൊണ്ട്, പട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ചോറിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ അതിന് കൊടുക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള നോൺ വെജ് വേസ്റ്റൊന്നും നമുക്കധികം വരത്തില്ല. എന്നാലും വേണ്ടിയില്ല, ഒരുപാട് കരിയിലയൊക്കെ തൂത്ത് വെച്ചിരുന്നത് എനിക്ക് ഉപകാരമായി. തൂത്ത് ചാക്കിനകത്ത് വെച്ചിട്ടുണ്ട്. കരിയിലെല്ലാം ചിലതെല്ലാം കണ്ട് ചില ചാക്കുകളിലേക്ക് കണ്ട് നല്ല ഈ ഭസ്മം പോലാണ് പൊടിയുന്നത്. നമുക്ക് തന്നെ അത് കാണുമ്പോൾ കൊതി വരും. ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു ഈ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുവാൻ. അപ്പോൾ ഭസ്മം പോലെ പൊടിഞ്ഞ് കരിയില ആയി. അപ്പോൾ അതങ്ങോട്ട് വാരിയിട്ടാൽ തന്നെ നല്ല വളമായിരിക്കും. ആ ചാക്കിനകത്ത് വേസ്റ്റ് നിറച്ചിട്ട് ആ ചാക്ക് പഴകി അത് നട്ടതാണ് ഞാൻ ഈ പച്ചമുളകൊക്കെ. ഇഷ്ടം പോലെ പച്ചമുളകുണ്ടായി. കാരണം കരിയില കമ്പോസ്റ്റും പിന്നെ അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റും ഒക്കെ ഇട്ട് അത് പൊടിഞ്ഞ് അതിനകത്ത് തന്നെ ചാക്കിനകത്ത് തന്നെ പൊടിഞ്ഞ്, എന്നിട്ട് ആ ചാക്കിനകത്ത് തന്നെ കുറച്ചുകൂടി മണ്ണൊക്കെ നിറച്ച് മണ്ണും പിന്നെ അതുപോലെ തന്നെ പോട്ടിംഗ് മിശ്രിതം, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ എല്ലുപൊടി, ഈ കടലപ്പിണ്ണാക്ക്, ഇതൊക്കെ നിറച്ചാണിത് ഞാൻ നട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വീണ്ടും നല്ല ഇതായിട്ട് വലിയ ഉഷാറായിട്ട് ഇതെല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിച്ചു. എല്ലാ വിളകളും ഞാൻ നട്ടു. ഇനിയൊന്ന് കിളിച്ചാൽ മതി. കിളിച്ച് വരുന്നതിനനുസരിച്ച് ഞാൻ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മറ്റ് വളങ്ങളെല്ലാം ഉണ്ട്.